കശ്മീരിലെ ഓരോ താഴ്വരകൾക്കും അവയുടേതായ ഒരു പ്രത്യേകതയുണ്ട്. ശ്രീനഗറിൽ നിന്ന് 2 മണിക്കൂർ ദൂരെ പാല് പതഞ്ഞൊഴുകുന്നത് പോലെ ഒരു പുഴയുള്ളൊരു താഴ്വരയുണ്ട്. ആ താഴ്വരയെ അവർ ദൂത് പത്രി എന്ന് വിളിച്ചു. ശ്രീനഗറിൽ നിന്ന് തുടങ്ങി ദൂത് പത്രി വരെയുള്ള ഈ ഒരു യാത്രയിൽ ചെന്നെത്തിയ സ്ഥലത്തേക്കാളും ഞങ്ങളെ എക്സൈറ്റ് ചെയ്യിച്ചത് അവിടേക്കുള്ള വഴിയായിരുന്നു, അവിടുന്ന് കിട്ടിയ അനുഭവങ്ങളും. അപ്പോൾ ഇറ്റ്സ് മീ ഷബീർ ഷംസുദ്ദീൻ. എൻ്റെ എല്ലാ കുടുംബക്കാർക്കും ദൂത് പത്രിയുടെ കാഴ്ചകളിലേക്ക് സ്വാഗതം. കണ്ടോടോ ഈ തന്തയുടെ പ്രശ്നങ്ങൾ കണ്ടോ? ദൂത് പത്രി കാണാൻ വേണ്ടിയുള്ള യാത്ര നമ്മൾ ശ്രീനഗറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ദൂത് പത്രി ഇവിടുന്ന് 46 കിലോമീറ്റർ ആണ്. അവിടുന്ന് ഒരു 10-12 കിലോമീറ്റർ ബഡ്ഗാമോ അങ്ങനെയാണ് സ്ഥലത്തോട്ട് പോകണം ഈ പറഞ്ഞ വ്യൂ പോയിന്റ് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ താമസിച്ച ആ ഒരു ഹോം സ്റ്റേ തൊട്ട് ഫ്രണ്ടിൽ നിന്ന് നമ്മുടെ സജ്ജാദ് ഭായ് നമ്മളെ കൂട്ടാൻ വന്നിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തിൻ്റെ കൂടെയാണ് നമ്മൾ യാത്ര കേട്ടോ. അപ്പോൾ വെൽക്കം ടു ദൂത് പത്രിയുടെ കാഴ്ചകളിലേക്ക് എഗെയിൻ ആൻഡ് എഗെയിൻ. വെൽക്കം ടു. ഞാൻ ഫേമസ് വിഷ്ണു. എന്തുവാടോ എന്ത് ചാടാടോ തനിക്ക്? ഞാൻ കണ്ടില്ല. ദൂത് മത്ലബ് മിൽക്ക് പത്രി സ്പീഡിൽ വരുന്ന വെള്ളം, സ്പീഡിൽ പാല് പോലെ വരുന്നതാണ്. ഓക്കെ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ദൂത് പത്രിയിലെ നെറ്റ്വർക്ക് കവറേജസ് കുറവാണ്. അതുകൊണ്ട് നെറ്റ്വർക്ക് കവറേജസ് കുറവാണെന്ന് പറഞ്ഞത്. അപ്പോൾ ജിയോ മാത്രം കുറച്ചെങ്ങാണ്ട് കിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന വഴിക്ക് ബദ്ഗാം എന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് ATM നമ്മൾ പൈസയൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. സാഗർ ഏലിയസ് പൂക്കി എന്താ പറയുന്നത്? കണ്ടോടോ ഈ തന്തയുടെ പ്രശ്നങ്ങൾ കണ്ടോ? ഒന്നും പ്രേക്ഷകർ കാണുന്നില്ല ഇല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ട്. ഇപ്പൊ കണ്ടില്ലേ? ഈ ഇങ്ങനത്തെ ഹിഡൻ ഇതൂടെ ജനങ്ങൾ അറിയണം കേട്ടോ. ഈ ബിബിൽ എന്ന് പറഞ്ഞ് മരിക്കുന്ന ആൾക്കാർ അറിയണം കേട്ടോ. അതിലൊരു കുശുമ്പിന്റെ ടോൺ ഉണ്ടല്ലോ. ഇടിച്ചു കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം. ആരൊക്കെ വന്നാലും ബിബിലിന്റെ തട്ട് കാണാണ്ടിരിക്കും. ബിബിലിന് വട്ടം വെക്കാൻ ഞാൻ ആയിട്ടില്ല. അത്രേ ഉള്ളൂ കേട്ടോ. ആ തിരിച്ചറിവുണ്ട്. അണ്ണനെ വിട്ടാനൊന്നും നീ ആയിട്ടില്ല. എന്റെ പേര് ജോസഫ് കിരുവിൽ. ഞാൻ മല്ലുവിന്റെ ബാഗ് പിടിക്കാനും വണ്ടി തുടങ്ങിയാലും. പുലാവില് ചിക്കനോ? ഓ ചിക്കനും പറ. പിന്നെ എന്തോ വേണ്ടത്? തന്തൂരി പ്ലെയിൻ റൊട്ടിയുണ്ട്, ബട്ടർ റൊട്ടിയുണ്ട്, പ്ലെയിൻ നാനുണ്ട്, ബട്ടർ നാനുണ്ട്, ഗാർലിക് നാനുണ്ട്. നിർത്തി പറയോ, ശ്വാസം മുട്ടുന്നു. Thank you. See you. अच्छा food है. Welcome to Kashmir. Welcome to Dudh Patri. Thank you so much. See you next time. നമ്മൾ വരുന്ന വഴിക്ക് നല്ലൊരു എസ്തെറ്റിക് ലുക്കുള്ള ഒരു ഹോട്ടലിൽ കയറിയിട്ട് ആലു പൊറോട്ടയും ഓംലെറ്റും കഴിച്ചു കേട്ടോ. നല്ല ആൾക്കാർ ഇവിടുത്തേക്ക്. അപ്പോൾ ദൂത് പത്രി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ലെസ് എക്സ്പ്ലോർഡ് സ്ഥലം എന്ന് തന്നെ പറയാം. കഴിഞ്ഞ ഇടയ്ക്ക് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിരുന്നു. റീ ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ. പക്ക വില്ലേജ് വൈബാന്നൊക്കെയാണ് കേട്ടത്. ഏതായാലും നോക്കാം. സാധനം കയ്യിലുണ്ടോ? ശരിക്കും ഈ ഉണങ്ങി കരിഞ്ഞ് കിടക്കുമ്പോൾ ഈ സ്ഥലത്തിന് ഇത്രയും ഭംഗിയാണെങ്കിൽ ഞാൻ ആലോചിക്കുന്നത് പച്ച അടിച്ച് കിടക്കുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വട്ടായി പോവല്ലോ. സ്വാധീനിച്ചത് എന്ത് പറയുന്നു? ശരിക്കും എന്താണെന്ന് അറിയോ, ഇങ്ങനെ ഈ ഇല എല്ലാം പോയിട്ട് ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്ന മരത്തിന് ഇത്ര ഭംഗിയുണ്ടെന്ന് കണ്ടത് ഭയങ്കര രസം. എന്ത് രസമല്ലേ? സ്വർഗം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചിലായി പോകും. ഫുൾ ആപ്പിൾ തോട്ടങ്ങൾ പോകുന്ന വഴിക്ക് 2 സൈഡിലും. നമ്മൾ കുറച്ചെങ്കിൽ വന്നു കഴിയുമ്പോഴത്തേലും ലാൻഡ്സ്കേപ്പ് കംപ്ലീറ്റ് മാറും കേട്ടോ. ലാൻഡ്സ്കേപ്പ് അല്ല മാറുന്നത്, മഞ്ഞാടായി നമ്മുടെ ഫ്രെയിംസിൽ. പിന്നെ ദൂരെ ആ മലയും കാണാം. എന്നാ ഫ്രഷ് അറിയോ. ഇത് അധികം പോപ്പുലർ ആയിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ലാത്തതുകൊണ്ട് കുറേ ഗ്രാമങ്ങളൊക്കെ, ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ കവർ ചെയ്ത് വലിയ തിരക്കൊന്നും ഇല്ലാത്ത വഴി കൂടെ നമ്മൾ പോകുന്നു കേട്ടോ. നമ്മൾ വരുന്ന വഴിക്ക് ഗതികെട്ടിട്ടൊരു സ്ഥലത്ത് എത്തി കേട്ടോ. ഗതികെട്ടെന്ന് പറഞ്ഞാൽ ഇറങ്ങാതെ പോകാൻ പറ്റത്തില്ല. അമ്മാതിരി ഒരു സ്ഥലം, ഒരു ചെറിയ വില്ലേജ്, പിള്ളേരൊക്കെ കളിക്കുന്നു. ഞങ്ങളും കളിക്കാൻ കൂട്ടിരിക്കുകയാണ്. നേ ടീം ബനോ, നേ ടീം പക്ക. സജിത് ഭായ് आप मेरा दुश्मन है. ओके, दूसरा टीम है. रेडी? वाह. ഇന്ന് നീ എന്റെ ശത്രുവാ. ചത്ര സ്പൈഡർമാന്റെ കണ്ണാടി വെച്ച നീ ചത്ര. സഹീദ്
ജയിക്കാൻ? 31. 31 വേണം. ജയിക്കുവോ? ഷെമിന്റെ ടീം തോക്കാൻ പോകുന്നു. बाबाई थैंक यू. अच्छा बोल, बढ़िया बोल. Man of the match. बड़ा बल्लेबाजी है. स्कूल टीम में ज्वाइन कर. അപ്രതീക്ഷിതമായിട്ട് നമുക്കൊരു ക്രിക്കറ്റ് കളിയും കിട്ടി കാശ്മീരിന്റെ മണ്ണില്. അയ്യോ സത്തു. സമയം പോയല്ലോ സജത് ബൈ. സമയമില്ല. പോവാം. ഗ്രൗണ്ട് എന്നൊക്കെ പറഞ്ഞാണല്ലോ, ബാക്ക് ഡ്രോപ്പിൽ മഞ്ഞ് പതിച്ച് കിടക്കുന്ന ഹിമാലയം, പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മഞ്ഞ് വീണ് കിടക്കുന്നു, പിന്നെ നല്ല പരന്ന ഗ്രൗണ്ട്, ഭയങ്കര രസമുള്ള സീന്. ഏതായാലും ഒരു ഭയങ്കര ഒരു ബോണസ് ആയിപ്പോയി നമുക്ക് ദൂത് ബത്രി ട്രിപ്പിൽ. താങ്ക് യു. മഞ്ഞ് കണ്ടില്ല എന്നുള്ള പരാതി നടന്ന് നിരങ്ങി നമ്മൾ തീർക്കുകയാണ്. ഇഷ്ടം പോലെ മഞ്ഞ്, പൂരാ സാരാ മഞ്ഞിലെ. നമ്മൾ ദൂത് ബത്രിയിൽ എത്തി ഇവിടെ ഒരു പാർക്കിംഗ് ലോട്ടിൽ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാം. അതായത് ഒരു 7-8 കിലോമീറ്റർ എങ്ങാണ്ട് ഒന്നെങ്കിൽ കുതിരയിൽ കയറി പോകണം, ഗോഡ അല്ലേ സ്വാതി, ഗോഡയുടെ പുറത്ത് കയറി പോകണം, അല്ലെങ്കിൽ മറ്റേ ATV വണ്ടിയില്ലേ 4 വീലുള്ള ബൈക്ക്, അതിൽ കയറി പോവാം. അപ്പോഴത്തേക്കും നമ്മളിവിടെ ആൾക്കാർ വന്ന് പൊതിയും, നമ്മൾ വില പേശി എടുക്കുക, അല്ലെങ്കിൽ 3500-4000 കൊടുത്ത് പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ വില പേശിക്കൊണ്ടിരിക്കുകയാണ്. സ്വാതി ജി ഓ വില പേശൽ ഹേ बस 5,000 एक पर्सन के लिए, लेकिन सोनमार्ग पे हमारे बहुत गलत हुआ. वो फ्रॉड हुआ. हमने एग्री किया पर वापस. ഇവിടത്തേക്ക് കോമണിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഒരു സിസ്റ്റം ഇല്ല. അതാണ് ഈ പറഞ്ഞ പോലെ വിലപേശലും പരിപാടിയൊക്കെ അറിയത്തില്ലാത്ത പെടും. നമ്മളോട് കുതിരയ്ക്ക് 3000 രൂപയ്ക്കാണ് പറഞ്ഞത് ആദ്യമേ, എന്നിട്ട് ഇപ്പോൾ 1000 രൂപയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്ന് പറഞ്ഞിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ATVക്ക് ഭയങ്കര 3500 രൂപയ്ക്കാണ് പറയുന്നത് ഒരാൾക്ക്. അതിനുള്ള ഒരു ഓളം തോന്നുന്നില്ല, ഇത്രയും പൈസ മുടക്കിയൊക്കെ പോകാൻ തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും 1000 രൂപയ്ക്ക് കുതിരയുടെ മേളിൽ കയറിയിട്ട് കണ്ടിട്ട് വരാമേ. എടി സ്വാതി, നിന്റെ കുതിരയുടെ പേരിന് നാം ക്യാ ഹേ? ഹംസഫർ. ആപ്കാ നാം ക്യാ ഹേ? मोहम्मद शमीम खान. Nice to meet you, sir. നമ്മളെ എന്റെ കുതിര ലക്ഷ്യത്തിൽ അറിഞ്ഞുള്ളൂന്നാ പറഞ്ഞത്. ഇതോ? അതിന്റെ കണ്ണ് അങ്ങനെയാണ്. ഓ നിന്നെ പോലെ. भाई कौन सा मूवी शूट किया इधर पे? റാസി. ഓ ഓക്കെ. ആലിയ ഭട്ടിന്റെ റാസി എന്ന് പറഞ്ഞ മൂവി ഷൂട്ട് ചെയ്ത സ്ഥലമാട്ടോ ഇത്. ഭയങ്കര രസമാട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം പോയി കണ്ട സ്ഥലങ്ങൾക്കെല്ലാം ഒരു യുണീക്ക് ലാൻഡ്സ്കേപ്പ് ഉണ്ട്. ഈ മഞ്ഞോടെ കിടക്കുന്ന ഒഴിച്ചു കഴിഞ്ഞാൽ ഇവയ്ക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് കാഴ്ചയിൽ. ഇത് കുറേ പരന്ന് കിടക്കുന്ന സ്ഥലമാണ്. നമ്മൾ ഗുൽമർഗ് എന്ന് പറഞ്ഞ ഒറ്റയടിക്ക് ഇങ്ങനെ മേളോട്ട് കയറിപ്പോയില്ലേ. സോൻമർഗും അങ്ങനെ വലിയ 2 മൗണ്ടൻസ് അല്ല, പക്ഷേ ഇത് ഇങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ പോകണം. പോയി കഴിയുമ്പോഴത്തേക്കിനാണ് അതിൻ്റെ കളി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു പരന്ന വാലിയ, ഇത് വലിയ കുന്നല്ലേ, അതാണ് ഡിഫറൻസ്. ഗെയിം ഓഫ് തോറൻസ്. ഇത് ജോൺ ഒസ്റ്റിനോ. ഞാൻ ആര്യ സ്റ്റാർ. തക്കുടു, നിന്റെ തക്കുടു ഇങ്ങനെയായിരിക്കും വിളിച്ചത്. നിന്നെയായിരിക്കും തക്കുടു എന്ന് വിളിച്ചത്. ഞാൻ തക്കുടു എന്ന് വിളിച്ചത്. കഴുതയുടെ പയ്യ പോകുമ്പോ ആട്ടിടയന്മാര് താമസിക്കുന്ന സ്ഥലമാണ്. ഓ കാശ്മീരി के क्या बोला वो? शादी हाँ. नहीं वो शेपर्ड का कश्मीरी लैंग्वेज पे क्या बोलते हैं? उसको बोलते हैं बकरवाल. हाँ, भेड़ बकरी वाला बकरवाल जो होता है ना. അത് ആട്ടിടയന്മാര് താമസിക്കുന്ന സമ്മറില്. अब चाहिए भैया, अब चाहिए दीदी. കുറെ നേരമായല്ലോ നീ ഞങ്ങളുടെ ബിബിലണ്ണനെ ഇട്ടോണ്ട് പ്രേക്ഷകരെ നിങ്ങളത് കാണുക. അല്ലല്ലോ, ഞാൻ അറിഞ്ഞില്ല. ഞാൻ അങ്ങനെ സത്യം പറയടാ, ഞാൻ ചെയ്യത്തില്ല അങ്ങനെ. നമുക്ക് ഇവിടെ കാല് പിടിച്ചിട്ട് തല മുക്കിയാലോ ഇതാവട്ടെ. നമ്മളിപ്പോൾ ദൂത് ബത്രിയിൽ കുതിരപ്പുറത്തേക്ക് കയറി ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ, ഒരു സ്ഥലത്ത് നിർത്തും. ഇതിൻ്റെ അപ്പുറത്താണ് ആ പുഴ, നദി. അങ്ങോട്ടേക്ക് പക്ഷേ വിടത്തില്ല. പിന്നെ എന്തിനാണ് ഇവിടെ വരെ വന്നത് എനിക്കറിയത്തില്ല. ഇവിടെ നല്ല പക്ഷേ ഭയങ്കര ലാൻഡ്സ്കേപ്പ് ആട്ടോ. നമ്മൾ ആ ജൂൺ ജൂലൈ സമയത്തൊക്കെ വരുവാണെങ്കിൽ ഉഷാറായിരിക്കും. ഇവിടെയാണ് കാശ്മീർ വാലി. ഇതിന് മേളിൽ നിന്ന് കഴിഞ്ഞാൽ കാശ്മീർ ഫുള്ള് കാണാമെന്നാണ് പറയുന്നത്.
സ്ഥലം കൊള്ളാം. ഫസ്റ്റ് നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ ഇഷ്ടപ്പെടും. പക്ഷെ നമ്മൾ ഗുൽമർഗും സോൻമർഗും പോയിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയത്തില്ല. വിൻ്ററിൽ സ്പ്രിങ്ങിൽ എങ്ങനെയാവുമെന്ന് എനിക്ക് അറിയത്തില്ല. കൊള്ളാം, നല്ല സ്നോയാ, ഫ്രഷ് സ്നോ. ഇവിടെയൊക്കെ നല്ല താഴ്ചയുണ്ട്. കുഞ്ഞങ്ങ് പോയാൽ വേറെ ലോകത്ത് मर गया। ए भाई 2 पीस बाय। पहला लाल होता है, फिर वाइट होता है, फिर ग्रीन होता है। 7 किस्म के फूल आते हैं। നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്ന ഒരു 37കാരനും 48കാരനും മഞ്ഞിൽ കിടന്ന് പൂണ്ട് വിളയാടുന്ന സ്ലൈഡ് ചെയ്ത് പോകാൻ പറ്റിയ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അല്ലേ? ജാക്കറ്റ് ഉരുട്ട് പോയാൽ തോന്നുന്നു. ക്രിസ്പി അല്ലേ? സ്പൈസി അല്ല, അല്ല, കുറച്ച് ഉപ്പ് കുറവുണ്ട്. മേജർ സ്വാതി, ഇനി നമ്മുടെ മുന്നിൽ ഒറ്റ ഇതേ ഉള്ളൂ. എങ്ങനെയും താഴെ എത്തുക, അതിനൊറ്റ വഴിയുള്ളൂ. തുണി ഊരി അങ്ങോട്ട് പോകും. ഒരു പാഴ്സൽ അയക്കുന്നുട്ടോ. ചിലവർക്ക് റെഡിയാവും, ചിലവർക്ക് റെഡിയാവില്ല. നമ്മളീ പോകുന്ന വഴിക്കൊക്കെ ഇല്ലേ ഇങ്ങനെ കുറേ കിടിലൻ വ്യൂസ് ഉണ്ട്. നമ്മൾ തിരിച്ചു വരുമ്പം നമ്മളവിടെ നിർത്തി ഒരു സ്ഥലത്ത് ഇറങ്ങി. ശരിക്കും ഒരു ഭയങ്കര ഭംഗിയുള്ളൊരു വാലി കേട്ടോ. അതായത് ഇങ്ങനെ ചെറിയ ചെറിയ വെള്ളങ്ങൾ ഇങ്ങനെ ഒഴുകും, വെള്ളച്ചാട്ടമൊന്നുമല്ല, ചെറിയ അരുവികൾ ഒഴുകുന്നു. അതായത് മഞ്ഞുരുകി വരുന്ന സംഭവമാണ്. പിന്നെ അങ്ങ് ദൂരെ മറ്റേ ആ ഒരു സൺസെറ്റിൻ്റെ ലൈറ്റിൻ്റെ ആ ഒരു വെളിച്ചത്തിൽ കുതിരകൾ ഇങ്ങനെ പോകുന്നു, മറ്റേ ATV വണ്ടികൾ പോകുന്നു, ആൾക്കാർ നടക്കുന്നു. പിന്നെ ഈ പറഞ്ഞ ദേവദാരുവോ പൈൻ മരങ്ങളൊക്കെ ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന കാഴ്ചയൊക്കെ ആയിട്ട് ശരിക്കും മനസ്സിറക്കുന്ന ഒരു സംഭവം തന്നെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നിങ്ങൾ ദൂത് പത്രി ഫസ്റ്റ് വരുവാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ATVയും പരിപാടിയൊന്നും പിടിക്കാതെ നടന്നു വരുവാണെങ്കിൽ കുറച്ചുകൂടി എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. അതായത് ഒരു രാവിലെയൊക്കെ വന്നിട്ട് നടന്ന് എനിക്കൊന്നൊരു 3:30-4 മണിയൊക്കെ ആകുമ്പോൾ അവിടെ വിസിലടിച്ച് നമ്മളെ പറഞ്ഞു വിടും. അപ്പോൾ അതിന് മുമ്പൊക്കെയാണ് നൈസാണ്. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ടാണ് ഇത്ര റെസ്ട്രിക്ഷൻ കേട്ടോ. നിങ്ങൾ സമ്മറിലോ അല്ലെങ്കിൽ ആ ഒരു സമയമില്ലേ പൂക്കളൊക്കെ ഉള്ള സമയം, ജൂൺ ജൂലൈ ഓഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങ് വരെ പോയിട്ട് അവിടുത്തെ ആ ഒരു നദിയുണ്ട്, പുഴ, അതുവരെയൊക്കെ പോകാൻ പറ്റും. അപ്പം ദിസ് ഈസ് ഓൾ അബൌട്ട് വിൻ്റർ ദൂത് പത്രി. പോവാം. आपका नाम क्या है भैया? आरिफ। आरिफ। टमाटर चटनी, पिकल, हाँ ये वाला साग, चटनी। എങ്ങനെയുണ്ട്? കോൺഫ്ലോറിന്റെ ചപ്പാത്തിയാണ്. തിന്നാൻ പോകുന്ന സാധനത്തിന്റെ പേരറിയാവോ? മക്കി കാ റൊട്ടി. എന്താ? മക്കി കാ റൊട്ടി. മക്കി की रोटी. കറിയുടെ പേരെന്താ പറയോ? സർസോ കാ സാഗ്. സർസോ കാ സാഗ്. നല്ല എരിവുണ്ട്. ആ കറി അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ദൂത് പത്രിയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങുന്ന വഴിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ഇവിടെ മറ്റേ മക്കി കി റൊട്ടി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇത് മറ്റേ കോൺഫ്ലവർ കൊണ്ട് ഉണ്ടാക്കിയ റൊട്ടിയാണ്. അത് കിട്ടുന്ന കുറേ കടകളുണ്ട്. അപ്പോൾ അവിടെ കൊണ്ട് നിർത്തി. അപ്പം നല്ല റങ്ക് സാധനം. ഇതിൻ്റെ കൂട്ടത്തിലൊരു പാലക്ക പോലത്തെ സാധനമുണ്ട്, ഒരു ചീര പോലത്തെ ഇലയും കണ്ട് അരച്ചൊരു പരിപാടി, പിന്നെ അച്ചാറും നല്ല രസമാണ്. പിന്നെ മറ്റേ തന്തൂരിക്ക എന്ന പരിപാടി വെച്ചിട്ടുണ്ട്, ഒരു ബിസ്ക്കറ്റ്. അതാ കാശ്മീരിൽ ഇവിടെ മാത്രം കിട്ടുന്ന സാധനമാണ് കേട്ടോ ഈ മക്കി കാ റൊട്ടി. ഇതിനുള്ളി है ना, दूसरा प्लेस में नहीं. दूध पत्री बनने वाली मक्की की रोटी, सरसों का साग. മക്കി की റൊട്ടിയും കഴിച്ചിട്ട് നമ്മൾ ദൂത് പത്രിയോട് വിട പറയുകയാണ്. ഇനി നമ്മൾ ശ്രീനഗറിൽ പോയിട്ട് നമുക്കിനി അങ്ങോട്ടും പോകാണ്ട്. ഇല്ലല്ലേ, കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു. അപ്പോൾ ശ്രീനഗറിൻ്റെ ഒരു കുറച്ച് കാഴ്ചകളോട് എടുക്കാനുണ്ട്. അപ്പോൾ അതെടുത്തിട്ടായിരിക്കും നമ്മൾ ഇവിടുന്ന് വിടാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും കാശ്മീരിൻ്റെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.